ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ കുറേ ദിവസമായി ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ അതിപ്പോൾ ഞാൻ കുറേ മുന്നേ എടുത്ത് വെച്ച വീഡിയോ, കുറേ മുന്നേ ഇപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോയിരുന്നല്ലോ, അപ്പോൾ എടുത്ത് വെച്ച വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഒരാഴ്ച ഒരു മടി പിടിച്ചു പോന്നില്ലേ, അപ്പോൾ പിന്നെ വീഡിയോസൊന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പം മടിയൊക്കെ ഒന്ന് കഴിഞ്ഞു. ഇപ്പോൾ വീഡിയോസ് ഇടാൻ തുടങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ ഇനിയിപ്പോൾ മടി പിടിക്കുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അന്നിപ്പോൾ ഇഡ്ഡലിയാണെന്നും രാവിലെ ദോശയ്ക്ക് കടിക്ക് ഉണ്ടാകുന്നത് ഇഡ്ഡലിയാണെന്നും. അപ്പോൾ ഇഡ്ഡലി സാമ്പാറും കൂട്ടി ചായ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേന് അമ്മ പോകാൻ റെഡിയായി. അമ്മ പോകുമ്പോൾ കുട്ടിക്ക് ടാറ്റോ കൊടുക്കുന്നതാണ്. അപ്പോൾ കുട്ടി ട്രൗസർ ഇട്ടിട്ടില്ല. അപ്പം അങ്ങനെ കുട്ടിക്ക് ടാറ്റോ ഒക്കെ കൊടുത്ത് അമ്മ പോയി. എന്നിട്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്കുള്ള വീഡിയോസ് ഒന്നും പിന്നെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് വീഡിയോസ് എടുക്കാനുള്ളതൊന്നുമില്ല. പിന്നെ ഞങ്ങൾ കടന്നുറങ്ങി നീച്ച് പിന്നെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഉരുളൻകിഴങ്ങ് ഉണ്ടാക്കി ചോറ് കഴിച്ച് പിന്നെ കഴിഞ്ഞ് ഒന്നും കൂടി കടന്നുറങ്ങി നീച്ചപ്പോഴേക്കും അമ്മ വന്നിട്ട് പിന്നെ അപ്പോൾ അനിയനും കുട്ടിയും അമ്മേനെ കൊണ്ടുപോകാൻ വേണ്ടി പോയി. പറഞ്ഞെങ്കിൽ റോട്ടിക്കനെ കയറിപ്പോയി നോക്കി. അപ്പോൾ അമ്മ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അമ്മ ഓനെ എടുത്ത് ഇങ്ങനെ പോകുന്നു. എന്നിട്ട് പിന്നെ അപ്പോൾ പോയിന് വഴിക്ക് മുട്ടായൊക്കെ വാങ്ങിക്കൊടുത്തിട്ടാണ് പോയിരുന്നത്. പിന്നെ അമ്മ വന്നിട്ട് പിന്നെ ഓന് മുട്ടായൊക്കെ ഞങ്ങൾക്കൊക്കെ തന്ന് പിന്നെ അമ്മ വന്ന് ചായയൊക്കെ ഉണ്ടാക്കി ചായയൊക്കെ ഞങ്ങൾ കുടിച്ച് രാത്രി അന്ന് ഏട്ടൻ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ ശനിയാഴ്ച എടുത്തുവെച്ച വീഡിയോ ആണ്. അപ്പോൾ ശനിയാഴ്ച രാത്രി ഏട്ടൻ വരുന്നുണ്ട്. അപ്പോൾ ഏട്ടൻ വരുന്നതിന് അനുബന്ധിച്ച് ചിക്കൻ കറി ഉണ്ടാക്കുകയാണ്. അപ്പോൾ അത് ഇതിന് മുന്നത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ചിക്കൻ കറിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ അതേ റെസിപ്പിനെ ഇടുന്നത്, റെസിപ്പി മാറ്റിയിട്ടുണ്ട്. പിന്നെ അതൊന്ന് കുറുക്കിയിട്ട് എന്താ പറയുക, ഗ്രേവി പോലെ ആക്കി, ഇത് കറി പോലെ ആക്കി. പുട്ടും ചിക്കൻ കറിയും ചോറുമാണ് മരുവ വന്നപ്പോൾ അമ്മായിമ്മ ഉണ്ടാക്കി കൊടുത്തത്. അപ്പോൾ അത് ഉണ്ടാക്കണത് ഞാൻ തന്നെ കേട്ടോ, ചിക്കൻ കറി ഉണ്ടാക്കണത് ഞാനാണ്. അപ്പോൾ ഇനിയിപ്പോൾ റെസിപ്പി പറഞ്ഞ് ബോറടിപ്പിക്കണ കാര്യമൊന്നുമില്ല. അപ്പോൾ ഞാനിങ്ങനെ നമ്മളെ വിശേഷങ്ങൾ ഇങ്ങനെ പറയാം. ഇനിയിപ്പോൾ ഇത്രയും ദിവസം വിശേഷങ്ങളൊക്കെ ഉണ്ടല്ലോ പറയാൻ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറയാൻ കഴിയും. ഇപ്പോൾ റെസിപ്പി ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ലതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോയിൽ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അതിലുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഏട്ടൻ വന്ന് പിന്നെ പുട്ടും ചിക്കൻ കറിയൊക്കെ കൂട്ടി ചോറ് കഴിച്ച്, പിന്നെ ചോറും കഴിച്ചിട്ടോ, അതേപോലെ ചോറ് കഴിച്ച് പുട്ടും ചിക്കൻ കറിയും കൂട്ടി കഴിച്ച് പിന്നെ ഞങ്ങൾ ചോറും കഴിച്ചു. അപ്പോൾ അന്ന് ഏട്ടൻ വരാൻ നേരം വൈകിയിരുന്നു. കടയിൽ ആരുമില്ലാത്തത് കൊണ്ട് ഏട്ടൻ വരാൻ നേരം വൈകി, 10 മണി കഴിഞ്ഞിരുന്നു. വീട്ടിലാണെന്ന് ഞങ്ങൾ 9 മണിയാകുമ്പോഴേക്കും ചോറ് കഴിക്കും. എല്ലാവരും ചോറ് കഴിച്ച് വേഗം കിടക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. അപ്പോൾ പിന്നെ ഏട്ടൻ വരാൻ നേരം വൈകിയപ്പോഴേക്കും അച്ഛനൊക്കെ വിശന്നപ്പോൾ അങ്ങനെ എന്താ ചോറ് കഴിച്ചു. പിന്നെ ഞാൻ ചോറ് കഴിച്ചിട്ടില്ല. ഞാൻ പിന്നെ ഏട്ടൻ വരുമ്പോൾ കമ്പനിക്ക് കൊടുക്കേണ്ടി വെച്ചിട്ട് ഞാൻ ചോറ് കഴിച്ചിട്ടുണ്ടായില്ല. എനിക്ക് പിന്നെ 10 മണി വരെ 11 മണി വരെ ഇരുന്ന ശീലം ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ ഞാൻ ചോറ് കഴിക്കാതെ ഇരുന്നു. ഏട്ടൻ വന്നിട്ട് പിന്നെ ഞങ്ങളുടെ ഒപ്പം കഴിക്കുക ചെയ്തത്. അല്ലെങ്കിൽ ഏട്ടൻ വരുമ്പോൾ ഒറ്റയ്ക്ക് നിന്ന് കഴിക്കേണ്ടി വെച്ചിട്ട് ഞാൻ അങ്ങനെ കഴിച്ചിട്ടുണ്ടായില്ല. അനിയനും ഒക്കെ വേഗം കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് കുട്ടിക്ക് അവിടെ പോകുമ്പോൾ പിന്നെ സുഖമാണ്, അമ്മയെ തിന്നാൻ കൊടുക്കുക. ഇവിടെ വരുമ്പോൾ സുഖം കേട്ടോ. ഇവിടെ വരുമ്പോഴും അമ്മയാണ് കഴിക്കാൻ കൊടുക്കണം കുട്ടിക്ക്. അങ്ങോട്ട് എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാനും എപ്പോഴേലൊക്കെ ഒന്ന് വണ്ടിപ്പായോ ഓനൊപ്പം ഞാൻ കൊടുക്കുമ്പോൾ പിന്നെ അവന് തിന്നൂല, അവന് ഇഷ്ടമല്ല. പിന്നെ അവിടെ പോകുമ്പോൾ പിന്നെ രാത്രി അമ്മ കൊടുക്കും, ഉച്ചയ്ക്കും രാവിലെയും ഞാൻ കൊടുക്കും ചോറ്. പിന്നെ ഒന്നും തിന്നാത്തത് കൊണ്ടാണുള്ള പ്രശ്നം. ഞാൻ രാവിലെ കൊടുത്താലും തിന്നൂല, പിന്നെ ഉച്ചയ്ക്ക് കൊടുത്താലും തിന്നൂല. ചിലപ്പോൾ അമ്മ വന്ന് രാത്രി കൊടുക്കുമ്പോൾ മാത്രമാവും തിന്നുണ്ടാവുക. ഇനി കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കാൻ എന്തെങ്കിലുമൊക്കെ ഐഡിയ ഉണ്ട് വെച്ചാൽ കാണാൻ ആർക്കെങ്കിലും അറിയുന്നുണ്ട് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ എന്തൊക്കെ പരീക്ഷിച്ചാലും ഒന്നും അങ്ങോട്ട് വർക്കാവണില്ല. അപ്പോൾ ഇതിലാരെങ്കിലും അങ്ങനത്തെ ആൾക്കാരൊക്കെ അറിയുന്ന ആൾക്കാരൊക്കെ കാണുന്നുണ്ട് വെച്ചാൽ ഒന്ന് പറഞ്ഞു തരുകൊണ്ടും എന്താ കാട്ടേണ്ടതെന്നുള്ളത്. പിന്നെ ഇവിടെ വരുമ്പോൾ തന്നെ അമ്മ കാക്കേനെയും പൂച്ചനെയും കാട്ടി കൊടുത്തിട്ട് തിന്നാൻ കൊടുക്കും. പക്ഷേ അപ്പോഴും തിന്നൽ കുറവാണ്. പിന്നെ അപ്പോൾ അങ്ങനെ ചിക്കൻ കറിൻ്റെ ഇപ്പോൾ കഴിയാനായില്ല. ചിക്കൻ കറി ഉണ്ടാക്കി കഴിയാൻ ചിക്കനൊക്കെ ഇടാനുണ്ട്. ചിക്കനിട്ട് എന്താ പറയുക കറിയാക്കുന്നുണ്ട്. പിന്നെ എന്തൊക്കെ ഉണ്ട് നിങ്ങളെ വിശേഷം? സുഖമായിട്ടിരിക്കണം എല്ലാവരും. അപ്പോൾ നമ്മൾ ലൈവൊന്നും പോകണില്ല. ഇനിയിപ്പോൾ ലൈവ് പോണ കാര്യം ഒന്ന് ആലോചിക്കട്ടെ. പറ്റുകയാണെന്ന് വെച്ചാൽ ഇനി ലൈവ് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ പിന്നെ രാത്രി ഏട്ടന് വന്നപ്പോൾ ഐസ്ക്രീമും കൊണ്ടാണ് വരുന്നത്. അത് ഏട്ടന് എപ്പോഴുള്ള പരിപാടിയാണ്. വരുമ്പോൾ ഒരു ഐസ്ക്രീമും കൊണ്ട് വരിക. കുഞ്ഞളി ഉണ്ടല്ലോ അവിടെ, അപ്പോൾ അളിയന് കൊടുക്കാൻ ഐസ്ക്രീമും കൊണ്ട് വരും. അപ്പോൾ അത്രയുള്ള നമ്മളന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബായ്.